ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. ഷാലോം ചാനലിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും അഭിഷേകാഗ്നി ദൈവവചന ശുശ്രൂഷയിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ സ്വാഗതം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് നാം ചിന്തിക്കുന്നത് വിശ്വാസത്താൽ സകലതും സാധ്യം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഗലാത്യ ലേഖനം 3-ാം അധ്യായം 9-ാം തിരുലിഖിതം. വിശ്വാസമുള്ളവർ വിശ്വാസിയായ അബ്രഹത്തോടൊത്ത് അനുഗ്രഹം പ്രാപിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അതിരമ്പുഴ കൺവെൻഷൻ നടക്കുമ്പോൾ ഒരു ടീച്ചർ, ആ ടീച്ചറിൻ്റെ അനുഭവം സ്റ്റേജിൽ പറയുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. എനിക്ക് ഒരു വർഷത്തോളമായിട്ട് ശ്വാസം മുട്ടുണ്ടായിരുന്നു. സ്കൂളിൽ പോയി കുട്ടികളെ ഒത്തിരി സൗണ്ട് എടുത്ത് പഠിപ്പിച്ച് വരുമ്പോൾ ശ്വാസം മുട്ടൽ, ജോലി ചെയ്യുമ്പോഴും ഒക്കെ ശ്വാസം മുട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന് മരുന്നൊന്നും ആയിരുന്നു. ആ അതെ. അപ്പോൾ പിന്നെ ജോലി ചെയ്യുമ്പോഴൊക്കെ ശ്വാസം മുട്ടുണ്ടായിരുന്നു. അതിനുവേണ്ടി പ്രത്യേകമായിട്ട് മരുന്നൊന്നും വാങ്ങിയിരുന്നില്ല. അപ്പോഴാണ് ബഹുമാനപ്പെട്ട അച്ഛൻ്റെ ധ്യാനം കാരിസ്മാനിൽ കൂടാമെന്ന് വിചാരിച്ചിരുന്നു. എനിക്ക് 3-4 ദിവസവും നടന്നില്ല. 4-ാമത്തെ ദിവസം ശ്വാസം മുട്ട് കൂടി കാരിദാസിൽ ചെന്ന് എക്സ്റേ എടുത്തു. അപ്പോൾ തൈറോയ്ഡുണ്ട്, പിന്നെ അതോടൊപ്പം ഹൃദയത്തിൻ്റെ വാൽവിന് ഇത്തിരി അകൽച്ചയുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഒരടുക്ക് മരുന്ന് എനിക്ക് തന്നു വിട്ടു. അത് മരുന്നൊക്കെ ആയിട്ടാണ് ഞാൻ അച്ഛൻ്റെ ധ്യാനം ഉച്ച കഴിഞ്ഞ് കൂടാൻ. ഭവനിൽ 5 ദിവസം ധ്യാനം നടന്നപ്പോൾ അവസാന ദിവസത്തെ ഉച്ച കഴിഞ്ഞാണ് വരാൻ പറ്റിയത് അല്ലേ? എനിക്ക് സങ്കടം ഉണ്ടായിരുന്നു. എനിക്ക് ഫ്രണ്ടിലേക്ക് ഒന്ന് കയറി വന്നു. ഞാൻ അവിടെ നിന്ന് ഇത്തിരി ഫ്രണ്ടിൽ അച്ഛൻ വിളിച്ചു പറഞ്ഞു. അപ്പൊ കുറെ ആളുണ്ടായിരുന്നു, ഏറ്റവും പുറകിലായിരിക്കും അല്ലേ? അന്ന് കുറെ അവസാന ദിവസം ഒരുപാട് ആളുണ്ടായിരുന്നു. ഏറ്റവും പുറകില് ഒരു ചെറിയ സ്ഥലത്താണ് കിട്ടിയത്. എന്നാലും അവിടെ എന്റെ ദൈവം എന്നെ കാണുന്നുണ്ട്, അതൊരു വലിയ പ്രത്യാശ. അവിടെ നിന്ന് പ്രാർത്ഥിച്ചു. എന്നിട്ട് എന്നോട് പറയും പോലെയാണ് എനിക്ക് തോന്നിയത്. അച്ഛൻ പറഞ്ഞു ആരും ഫ്രണ്ടിലേക്ക് വരണമെന്നില്ല, എവിടെ നിന്നാലും ദൈവം പ്രസാദിക്കും. അത് എനിക്ക് ദൈവം തന്ന വലിയൊരു ശക്തമായ ബോധ്യമാണ്. ദൈവജനം സമ്മേളിക്കുന്ന സമയത്ത് ദൈവം തെരഞ്ഞെടുത്ത ഒറ്റ കാരണം കൊണ്ട് അവര് ഏത് സ്ഥലത്ത് നിന്നാലും കൺവെൻഷൻ ഗ്രൗണ്ട് ആയതുകൊണ്ട് അവരെ ദൈവം അങ്ങ് അനുഗ്രഹിക്കും. അപ്പൊ അതുകൊണ്ട് ഈ ടീച്ചർ ഒരു കിട്ടിയ സ്ഥലത്ത് സമാധാനത്തിൽ നിന്ന് അവിടെ നിന്നങ്ങ് പ്രാർത്ഥിച്ച്. എന്നിട്ട് ഇപ്പോ 2 ദിവസം കഴിഞ്ഞുള്ള പിന്നത്തെ ടെസ്റ്റില് എനിക്ക് തൈറോയ്ഡ് എന്നുള്ള അസുഖവും ഇല്ല. എനിക്ക് ഹൃദയവാൽവും കറക്റ്റായി. ദൈവത്തിന് നന്ദി, ദൈവത്തിന് സ്തുതി. പിന്നെ ഡോക്ടർ നോക്കുമ്പോൾ ആ രോഗം, പഴയ രോഗം എവിടെയെന്ന് കാണാനില്ല. അതേപോലെ കർത്താവ് ആരാധനയിൽ അങ്ങോട്ട് സൗഖ്യം കൊടുത്ത് അനുഗ്രഹിച്ചു. ഹൃദയത്തിന്റെ വാൽവിന് എന്താ പ്രശ്നം ഉണ്ടായിരുന്നില്ല? അത് ശരിയായി. വാൽവ് അകന്നിരിക്കുകയായിരുന്നു, അതും അങ്ങോട്ട് ശരി. പിന്നെ 2 ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ എല്ലാം ക്ലിയർ ആയിരിക്കുന്നതാണ് ഡോക്ടർ കണ്ടത്. ദൈവത്തിന് സ്തുതി, ദൈവത്തിന് നന്ദി. ഇടത്തോട് ഭാഗത്തോട് നന്നായിട്ട് കൈയടിച്ച് കർത്താവിനെ ആരാധിക്കാം. അവിടുന്ന് നല്ലവനാണല്ലോ, കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുവിൻ. അവിടുന്ന് നല്ലവനാണല്ലോ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാം. ഹെബ്രായ ലേഖനം 11-ാം അധ്യായം 32 മുതലുള്ള തിരുലിഖിതങ്ങൾ. കൂടുതലായി എന്താണ് ഞാൻ പറയേണ്ടത്? ഗിദയോൻ, ബാറക്, സാംസൺ, ജാഫ്ത, ദാവീദ്, സാമുവേൽ ഇവരെക്കുറിച്ചും പ്രവാചകന്മാരെക്കുറിച്ചും പ്രതിപാദിക്കാൻ സമയം പോരാ. അവർ വിശ്വാസത്തിലൂടെ രാജ്യങ്ങൾ പിടിച്ചടക്കി, നീതി നടപ്പാക്കി, വാഗ്ദാനങ്ങൾ സ്വീകരിച്ചു, സിംഹങ്ങളുടെ വായ്കൾ പൂട്ടി, അഗ്നിയുടെ ശക്തി കെടുത്തി, വാളിൻ്റെ വായ്ത്തലിൽ നിന്ന് രക്ഷപ്പെട്ടു, ബലഹീനതയിൽ നിന്ന് ശക്തി ആർജിച്ചു, യുദ്ധത്തിൽ ശക്തന്മാരായി, വിദേശ സേനകളെ കീഴ്പ്പെടുത്തി, സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചുപോയവരെ പുനരുജ്ജീവനത്തിലൂടെ തിരിച്ചു കിട്ടി. വിശ്വാസം വഴി വലിയ അത്ഭുതങ്ങൾ. പ്രൈസ് ദി ലോർഡ്. ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം. രക്ഷകനായ യേശുവേ, അങ്ങയുടെ നാമത്തിലുള്ള അതിശയകരമായ ഉണർവ് ഈ സമൂഹത്തിലേക്ക് വർഷിക്കണമേ. വിശ്വാസ ജീവിതത്തിൽ മാന്യം സംഭവിച്ചിട്ടുള്ളവരെ അവിടുന്ന് തട്ടി ഉണർത്തണമേ. ക്ഷീണങ്ങൾ മാറട്ടെ,
ക്ഷീണങ്ങൾ മാറട്ടെ, മന്ദത മാറട്ടെ, മന്ദത മാറട്ടെ, മരവിപ്പ് വിട്ടുപോകട്ടെ. മരവിപ്പ് വിട്ടുപോകട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി ഒരുമിച്ച് സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ആരാധന. അത്ഭുതങ്ങളുടെ രാജാവേ, സ്പർശിക്കണമേ, കുടുംബങ്ങളിലേക്ക് ഇടപെടണമേ, സമൂഹങ്ങളിലേക്ക് ഇടപെടണമേ, രോഗികളിലേക്ക് ഇടപെടണമേ, തകർന്നവരിലേക്ക് ഇടപെടണമേ, സങ്കടപ്പെടുന്നവരിലേക്ക് ഇടപെടണമേ, വിശ്വാസം മങ്ങിപ്പോയവരിലേക്ക് ഇടപെടണമേ, പ്രാർത്ഥിക്കാൻ പറ്റാത്തവരിലേക്ക് ഇടപെടണമേ, വലിയ വേദന ഇരിക്കുന്നവർക്ക് ഇടപെടണമേ, കുറ്റബോധത്തിലിരിക്കുന്നവർക്ക് ഇടപെടണമേ. ആരാധന, ആരാധന, ആരാധന. അഭിഷേകം നിറയട്ടെ, ക്ഷീണങ്ങൾ മാറട്ടെ, കൃപ നിറയട്ടെ, കുടുംബങ്ങൾ യേശുവിന്റെ വചനത്തെ തുറക്കപ്പെടട്ടെ. ഗ്ലോറി, 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 ഗ്ലോറി. ആരാധന, ആരാധന, ആരാധന. യേശുവേ, യേശുവേ, യേശുവേ. ആരാധന, ആരാധന. യേശുവേ, ആരാധന. കർത്താവായ ദൈവമേ, ഈ ശുശ്രൂഷയിൽ പങ്കുചേരാൻ അവിടുന്ന് പേര് ചൊല്ലി വിളിച്ച് ഈ കുടുംബങ്ങളെ ഇപ്പോൾ അങ്ങയുടെ നാമത്തിൽ ആശീർവദിക്കുന്നു. ഈ സമൂഹങ്ങളെ അങ്ങയുടെ നാമത്തിൽ ആശീർവദിക്കുന്നു. രോഗാവസ്ഥയുള്ള സഹോദരങ്ങളെ അങ്ങയുടെ നാമത്തിൽ ആശീർവദിക്കുന്നു. വലിയ തളർച്ചയിലിരിക്കുന്നവരെ കർത്താവേ, കിടന്ന് ഒന്ന് എഴുന്നേക്കാൻ പോലും പറ്റാതെ കിടപ്പിൽ കിടക്കുന്ന അവസ്ഥയുള്ളവരെ അങ്ങയുടെ നാമത്തിൽ ആശീർവദിക്കുന്നു. ഈ സമയം കുടുംബങ്ങളിലേക്ക് ഒരു പുതിയ അഭിഷേകം വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് കസേരയിലേക്ക് ഇരിക്കാം. ദൈവവചന ശുശ്രൂഷയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നമ്മുടെ കർത്താവ് നമുക്ക് തരുന്നത് ഒരു വ്യക്തിയുടെ ശക്തിയുടെ പ്രധാനപ്പെട്ടൊരു മണ്ഡലമാണ് വിശ്വാസം എന്നുള്ളത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ഹെബ്രായ ലേഖനത്തിൽ 11-ാം അധ്യായത്തിൽ വായിക്കുകയാണ്, വിശ്വാസത്താൽ അവർ ശക്തി ആർജിച്ചു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ജീവിതത്തിലേക്ക് ആത്മീയമായും മാനസികമായും വലിയ ശക്തി കൊണ്ടുവരുന്ന ഒരു സംഗതിയാണ് വിശ്വാസം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഗലാത്യ ലേഖനത്തിൽ 3-ാം അധ്യായം 9-ാം വാക്യം വചനം പഠിപ്പിക്കുകയാണ്, വിശ്വാസമുള്ളവർ വിശ്വാസിയായ അബ്രാഹത്തോടൊത്ത് അനുഗ്രഹം പ്രാപിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശ്വാസമുള്ളവർക്കാണ് അനുഗ്രഹം. വിശ്വാസമുള്ളവർക്ക് അനുഗ്രഹം, വിശ്വാസം ഇല്ലാത്തവർക്ക് അനുഗ്രഹം ഇല്ല. ഇത് തന്നെയാണ് ദൈവവചനത്തിൻ്റെ നിലപാട്. യാക്കോബ് ശ്ലീഹായുടെ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ 6, 7, 8 തിരുലിഖിതങ്ങൾ വചനം പഠിപ്പിക്കുകയാണ്, സംശയിക്കാതെ വിശ്വാസത്തോടെ വേണം ചോദിക്കാൻ. സംശയിക്കുന്നവൻ കാറ്റിൽ ഇളകി മറിയുന്ന കടൽ തിരക്ക് സദൃശം. സംശയിക്കുന്നവനും ചഞ്ചല മനസ്കനുമായ ഒരുവന് ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കും എന്ന് കരുതരുത്, എന്ന് പ്രതീക്ഷിക്കരുത്. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. വിശ്വസിക്കുന്നവനാണ് അനുഗ്രഹമുള്ളത്, വിശ്വസിക്കുന്നവനാണ് ശക്തിയുള്ളവൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ കാര്യത്തെക്കുറിച്ച് ദൈവവചനം വളരെ കാതലായ അനേകം വെളിപ്പെടുത്തലുകൾ നമുക്ക് നൽകുന്നുണ്ട്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ 11-ാം അധ്യായത്തിൽ 40-ാം തിരുലിഖിതം, യേശു മർത്തയെയും മറിയത്തെയും സന്ദർശിക്കാൻ വേണ്ടി ആ ഭവനത്തിലേക്ക് വരികയാണ്. ലാസർ മരിച്ചിട്ട് 4 ദിവസം കഴിഞ്ഞു. അവനെ പ്രതിയുള്ള വിലാപങ്ങൾ പോലും അവസാനിക്കാറായി. ആ സമയത്താണ് യേശു ഭവനത്തിലേക്ക് വരുന്നത്. യേശു ഭവനത്തിലേക്ക് വരുന്നപ്പോൾ മർത്തയും മറിയും അവരെല്ലാം വലിയ ദുഃഖത്തിലും കണ്ണുനീരുമാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ആ അന്തരീക്ഷത്തിൽ യേശു പ്രഖ്യാപിക്കുന്ന ഒരു പ്രഖ്യാപനമുണ്ട്. അതാണ് 11-ാം അധ്യായം 40-ാം തിരുലിഖിതം, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും എന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ? വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും എന്ന് നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ? യേശു ചോദിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവ പൈതലാണോ നീ?
നിന്റെ ജീവിതത്തിൽ, നിന്റെ രോഗത്തിൽ, നിന്റെ കുടുംബത്തിൽ ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പൈതലാണോ നീ? വചനം വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും. വിശ്വസിക്കുന്നില്ലെങ്കിലോ? വിശ്വസിക്കുന്നില്ലെങ്കിൽ ദൈവമഹത്വം ദർശിക്കാൻ പറ്റാത്ത വിധമുള്ള സാഹചര്യങ്ങളിലേക്കാണ് നമ്മുടെ ജീവിതം നീങ്ങുന്നത്. അതാണ് യാക്കോബ് ശ്ലീഹ പഠിപ്പിക്കുന്നത്, സംശയിക്കുന്നവനും ചഞ്ചല പ്രകൃതിയുമായ ഒരുവന് കർത്താവിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കും എന്ന് നീ കരുതരുത്. ഒരു വ്യക്തിയുടെ അനുഭവം നമുക്ക് ശ്രദ്ധിക്കാം. എൻ്റെ പേര് മരിയ. ഞാൻ മരങ്ങാട്ടുപള്ളിയിൽ നിന്ന് വരുന്നു. 2011 ഫെബ്രുവരി മാസം അവസാനം എനിക്ക് അതിശക്തമായ ബ്ലീഡിങ് എന്ന് പറഞ്ഞാൽ എനിക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത വിധം ബാത്റൂമിൽ കയറിയാലൊന്ന് കുളിക്കാൻ നിൽക്കാൻ പോലും വയ്യാത്ത രീതിയിലുള്ള ശക്തമായ ബ്ലീഡിങ്. ഞാൻ ഡോക്ടറിനെ കണ്ടു. ഡോക്ടർ പറഞ്ഞ് മാർച്ച് മാസം 6-ാം തീയതി പോയി സ്കാൻ ചെയ്തു. ഡോക്ടർ പറഞ്ഞു 8 സെൻറ്റിമീറ്റർ വലിപ്പമുള്ള ഒരു മുഴയാണ് തൻ്റെ യൂട്രസിൽ, അത് എത്രയും പെട്ടെന്ന് ഓപ്പറേഷൻ ചെയ്ത് മാറ്റണം എന്ന് പറഞ്ഞു. ഞാൻ വന്ന് എൻ്റെ വീട്ടിലുള്ളവരെയൊക്കെ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ വീട്ടിലുള്ളവരെല്ലാ മാസവും അട്ടപ്പാടിയിൽ ധ്യാനത്തിനായിട്ട് വെള്ളിയാഴ്ച ദിവസം കടന്നു പോകുന്നുണ്ട്. എൻ്റെ സഹോദരങ്ങളും എൻ്റെ അമ്മച്ചി എന്നോട് പറഞ്ഞു, ഈശോയോട് പ്രാർത്ഥിച്ചു നിനക്ക് പൂർണ്ണ സൗഖ്യം തരുമെന്ന്. ഞാൻ അന്ന് മുതൽ ഈശോയോട് പ്രാർത്ഥിച്ച്, ഈശോയെ എന്തുമാത്രം പ്രതികൂല സാഹചര്യങ്ങളാണെങ്കിലും ഞാൻ 3 ആദ്യ വെള്ളിയാഴ്ച ഈശോയുടെ തിരുസന്നിധിയിൽ വന്ന് ഞാൻ ധ്യാനത്തിൽ സംബന്ധിച്ച് ഈ സാക്ഷ്യം ഞാൻ പറഞ്ഞുകൊള്ളാം, എനിക്ക് പൂർണ്ണ സൗഖ്യം തരണമെന്ന്. 2 വെള്ളിയാഴ്ച എനിക്ക് പോകാൻ സാധിച്ചുള്ളൂ. എൻ്റെ ചാച്ചൻ തളർന്നു കിടക്കുന്ന കാരണം വീട്ടിലിരുത്താൻ ആളെ കിട്ടാത്ത കാരണം എനിക്ക് പോകാൻ സാധിച്ചില്ല. എങ്കിലും അന്നേരം ഞാൻ ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. 2ാമത്തെ വെള്ളിയാഴ്ച അച്ഛൻ അവിടെ അലോൺസ് ചെയ്തു, വട്ടായിലച്ഛൻ 42 സ്ത്രീകളെ, യൂട്രസിൽ മുഴയുള്ള സ്ത്രീകളെ ഈശോ ഈ നിമിഷം സ്പർശിച്ച് സൗഖ്യപ്പെടുത്തുന്നെന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഈശോയെ അതിലൊന്ന് ഞാനായിരിക്കാം. അങ്ങനെ തന്നെ വേണം. യാത്ര മധ്യേ എൻ്റെ സഹോദരി എന്നോട് പറഞ്ഞു, ചേച്ചിക്ക് പൂർണ്ണമായി ഈശോ സൗഖ്യം തന്നിട്ടുണ്ട്. അന്ന് മുതൽ ഞാൻ ഈശോയോട് വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. പിന്നെ എൻ്റെ ബ്ലീഡിങ് ഒക്കെ മാറി. എന്നിട്ടും ഞാൻ ആശുപത്രിയിൽ എൻ്റെ ജീവിത പങ്കാളി പറഞ്ഞിട്ട് ഞാൻ പോയി. ഡോക്ടർ പറഞ്ഞു 3 ദിവസത്തിനകം ഓപ്പറേഷൻ ചെയ്യണം, 30,000 രൂപ ഓപ്പറേഷത്തിൻ്റെ ഫീസ്. ടെസ്റ്റുകളെല്ലാം ചെയ്ത് ഞാൻ വീട്ടിൽ വന്നു. ഡോക്ടർ പറഞ്ഞ് നാളെ ഉച്ച കഴിഞ്ഞ് വന്ന് അഡ്മിറ്റ് ആകണം. അങ്ങനെ വന്ന് ഞാൻ പറഞ്ഞപ്പോൾ എൻ്റെ ജീവിത പങ്കാളി പറഞ്ഞു, ശരി 30-എങ്കിൽ 30, 50-എങ്കിൽ 50, നീ പോയി ഓപ്പറേഷത്തിന് തയ്യാറാകണം, നാളെ അഡ്മിറ്റ് ആകണം. എങ്കിലും ഞാൻ എൻ്റെ വിശ്വാസം നഷ്ടപ്പെടുത്താതെ ഞാൻ പ്രാർത്ഥിച്ച എൻ്റെ ജീവിത പങ്കാളി എന്നോട് ഒത്തിരി ദേഷ്യപ്പെട്ട് എന്നോട് പറഞ്ഞു, നിൻ്റെ ഒരു പ്രാർത്ഥനയും വേണം, എൻ്റെ മരുന്നും വേണം, ഇത്രയും ശക്തമായ ബ്ലീഡിങ് ഉണ്ടായിട്ട് നീ പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുന്നു. അന്നേരം ഞാൻ എൻ്റെ ഈശോയുടെ തിരുമുമ്പിൽ എൻ്റെ വിശ്വാസം കൈവിടാതെ ഒരു കൊച്ചുകുട്ടിയെ പോലെ ഞാൻ രാത്രിയുടെ യാമങ്ങളിൽ 2 മണിയാകുമ്പോൾ ഞാൻ പ്രാർത്ഥിക്കും. ഇങ്ങനെ കൈ ചുരുട്ടിപ്പിടിച്ച് ഞാൻ പ്രാർത്ഥിക്കും, ഈശോയെ ഈ ഓപ്പറേഷത്തിന് ഭവിഷ്യത്ത് എനിക്കറിയാം, നീ എനിക്ക് സൗഖ്യം തന്നേ മതിയാകൂ. നിൻ്റെ ജീവിതം എൻ്റെ ഈശോയുടെ അത്ഭുതങ്ങൾക്ക് മുമ്പ് ഞാനൊരു ജീവിക്കുന്ന സാക്ഷിയായി നിൽക്കാനാണ് നീ എനിക്ക് ഈ രോഗം തന്നത്, ഞാൻ സന്തോഷത്തോടെ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ് ഈ 18 ദിവസവും അതിശക്തമായിട്ട് ജോലി ചെയ്യുവാനുള്ള കൃപ എനിക്ക് തന്നു. 5 പണിക്കാരുണ്ട്, അവർക്ക് ഭക്ഷണം 600 മരത്തിൻ്റെ പാലെടുക്കണം, എൻ്റെ ചാച്ചൻ തളർന്നു കിടക്ക ഭക്ഷണം വാരി കൊടുക്കണം. എൻ്റെ മൂത്ത കുട്ടി UKGയിലാണ് പഠിക്കുന്നത്, അത്രയും കൊച്ചു കുട്ടികൾ, അതിൻ്റെ ഇളയതാണ് 1. ഇവരുടെ എല്ലാം കാര്യങ്ങൾ നോക്കാൻ 1 സെക്കൻഡ് തളരാതെ എൻ്റെ ഈശോ എനിക്ക് ശക്തി തന്നെന്നുള്ളതാണ്. ഇത്രയും ശക്തമായ ബ്ലീഡിങ്ങിലും. എന്നിട്ട് എങ്ങനെയായത്? മാറിയോ? മാറി. ഡോക്ടർ എന്ത് പറഞ്ഞു? അത് കഴിഞ്ഞ് സെപ്റ്റംബർ മാസം 9-ാം തീയതി ഞാൻ സ്കാൻ ചെയ്തു. ഇതാ വീണ്ടും അതിനുശേഷം അവര് പോയി ഡോക്ടറെ കൊണ്ട് കാണിച്ചു. ഈ സഹോദരി ശക്തമായി അങ്ങോട്ട് പ്രാർത്ഥിച്ചു. അതിനുശേഷം കാണിച്ചപ്പോ ഡോക്ടർ പറഞ്ഞു ഓപ്പറേഷൻ ചെയ്യേണ്ട ഒരു കാര്യം. ഒരു സ്കാൻ ചെയ്യേണ്ടടുത്ത് ഡോക്ടർ 3 സ്കാൻ വേറെ ചെയ്തു, വിശ്വാസം വരാഞ്ഞിട്ട്. ഒരു സ്കാൻ ആദ്യം ചെയ്തപ്പോ കാണുന്നില്ല, പക്ഷെ ഡോക്ടർക്ക് വിശ്വാസം വരുന്നത്, കാരണം അങ്ങനെ പെട്ടെന്ന് പോകേണ്ട കാര്യമല്ല. അതുപോലെ ഡോക്ടർ കൺഫേംഡ് ആയ ഒരു വിഷയമാണിത്. 2ാമത് ഒരു സ്കാൻ ചെയ്തു, 3 സ്കാനിങ് നടത്തിയതിനു ശേഷം ഡോക്ടർ പറഞ്ഞു ഇനി ഓപ്പറേഷൻ വേണ്ട, സഹോദരി നീ പൂർണ്ണ സൗഖ്യമുള്ളവളാണ്, ഈ കാര്യത്തിന് ചികിത്സ വേണ്ട, ഓപ്പറേഷൻ വേണ്ടെന്ന് പറഞ്ഞ് സർട്ടിഫൈ ചെയ്ത് സഹോദരിയെ മടക്കി അയച്ചു. ഇതാണ് വിശ്വാസത്താൽ അത്ഭുതം സാധ്യമാണ്. 8 സെന്റിമീറ്റർ വലിപ്പമുള്ള ഉദരത്തിലെ ആ ഗർഭാശയത്തിലെ മുഴയാണ് വിശ്വാസത്തിന്റെ അത്ഭുത ശക്തി കൊണ്ട് അപ്രത്യക്ഷമായി പോയി. Praise the Lord. Praise the Lord. Hallelujah. Hallelujah. അതാണ് ഗലാത്തി 3:9. വിശ്വാസമുള്ളവർ വിശ്വാസിയായ അബ്രാഹത്തോടൊത്ത് അനുഗ്രഹം പ്രാപിക്കുന്നു. എങ്ങനെയാണ് അബ്രാഹാം അനുഗ്രഹം പ്രാപിച്ചത്? റോമാ ലേഖനം 4-ാം അധ്യായം 18 മുതലുള്ള
തിരുലിഖിതങ്ങൾ. വചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: താൻ അനേകം ജനതകളുടെ പിതാവാകുമെന്ന് പ്രതീക്ഷയ്ക്ക് സാധ്യതയില്ലാതിരുന്നിട്ടും പ്രതീക്ഷയോടെ അവൻ വിശ്വസിച്ച് 100 വയസ്സായ തൻ്റെ ശരീരം മൃതപ്രായമായിരിക്കുന്നെന്നും സാറയുടെ ഉദരം വന്ധ്യമാണെന്നും അറിയാമായിരുന്നിട്ടും അവൻ്റെ വിശ്വാസം ദുർബലമായില്ല. വിശ്വാസമില്ലാത്തവനെ പോലെ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിനെതിരായി അവൻ ചിന്തിച്ചില്ല. മറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ വിശ്വാസത്താൽ ശക്തി പ്രാപിച്ചു. വാഗ്ദാനം നിറവേറ്റാൻ ദൈവത്തിന് കഴിയുമെന്ന് അവന് പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു. ഹല്ലേലൂയ. 4-ാം അധ്യായത്തിലെ 18 മുതൽ 21 വരെയുള്ള തിരുലിഖിതങ്ങളിൽ റോമാ ലേഖനത്തിൽ അബ്രാഹത്തിന്റെ സവിശേഷതയെക്കുറിച്ച് വചനം പഠിപ്പിക്കുകയാണ്. അവൻ വിശ്വാസത്താൽ ശക്തി പ്രാപിച്ച്, അവൻ വിശ്വാസത്താൽ ശക്തി പ്രാപിച്ച്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് അനേകം മക്കളുടെ ആത്മീയ ജീവിതത്തിലെ ഒരു വലിയ ദുരന്തം വിശ്വാസക്ഷയമാണ്. എന്ന് പറഞ്ഞാൽ വിശ്വാസത്തിന് ബലമില്ല, വിശ്വാസത്തിന് അതിന് ആഴമില്ല. ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ചു, 2 പ്രാവശ്യം പ്രാർത്ഥിച്ചു, അത് പിന്നെ നിർത്തുകയാണ്. അല്ലെങ്കിൽ 1 തവണ പോയി, 2 തവണ പോയി, നിർത്തുകയാണ്. നമ്മുടെ കാർന്നോമാർ അങ്ങനെ അല്ലായിരുന്നു. അവരുടെ കുടുംബത്തിൽ പ്രശ്നമുണ്ടാകുമ്പോൾ, അവരുടെ ജീവിതത്തിൽ പ്രശ്നമുണ്ടാകുമ്പോൾ അവർ നേർച്ച കാഴ്ചകൾ, ദേവാലയ കർമ്മങ്ങൾ, തീർത്ഥാടനങ്ങൾ, കുരിശിൻ്റെ വഴി, ഇങ്ങനെയുള്ള ഓരോ ആത്മീയ കാര്യങ്ങൾ വിശ്വാസപൂർവം അനുഷ്ഠിച്ചുകൊണ്ട് വിശ്വാസത്താൽ അവർ ശക്തി പ്രാപിച്ചു, വിശ്വാസത്താൽ അവർ അനുഗ്രഹം പ്രാപിച്ചു. ഉറക്കെ പറയാം ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ നമുക്കുള്ള വിശ്വാസത്തിലെ ബലക്ഷയം, യേശുക്രിസ്തു നമ്മുടെ അടുത്തുണ്ടെങ്കിൽ പോലും യേശുക്രിസ്തുവിന് പ്രവർത്തിക്കാൻ തടസ്സമാണത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 13-ാം അധ്യായത്തിൽ 58-ാം തിരുലിഖിതം, അവരുടെ അവിശ്വാസ നിമിത്തം അവൻ അവിടെ അധികം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചില്ല. പ്രൈസ് ദി ലോർഡ്. യേശു താൻ വളർന്നു വന്ന ആ നസറത്ത് പട്ടണത്തിൽ, നസറത്ത് ദേശത്തേക്ക് വന്നു. അപ്പോൾ അവിടെയുള്ള ആളുകൾ അവനെ അവിശ്വസിച്ചു, അവർക്ക് വിശ്വാസമില്ല. അവർ യേശുവിനെ വിധിക്കാനും തൂക്കാനും നടന്നു. അതുകൊണ്ട് ഈ കാര്യത്തെക്കുറിച്ച് വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 13-ാം അധ്യായത്തിൽ 58-ാം വാക്യം പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് അവരുടെ അവിശ്വാസം കൊണ്ട് അവൻ അവിടെ അധികം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചില്ല. അവൻ അടുത്ത ദേശത്തേക്ക് കടന്നുപോയി. ഹല്ലേലൂയ. ഇന്നും നമ്മുടെ അവിശ്വാസം ഒരുപക്ഷെ ദൈവത്തിൻ്റെ ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ വൈകിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയുന്നുണ്ട്. നമ്മുടെ അവിശ്വാസം ഗൗരവമേറിയ ഒരു വിനയാണ്. അതാണ് യാക്കോബ് ശ്ലീഹ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ 6 മുതലുള്ള വാക്യങ്ങൾ. സംശയിക്കാതെ വിശ്വാസത്തോടെ വേണം ചോദിക്കാൻ. സംശയിക്കുന്നവനും ചഞ്ചല പ്രകൃതിയുമായ ഒരുവന് ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും ലഭിക്കുമെന്ന് വിശ്വസിക്കരുത്. സംശയിക്കുന്നവൻ കാറ്റിൽ ഇളകി മറിയുന്ന കടൽ തിരക്ക് സദൃശം. ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. രക്ഷകനായ യേശുവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ഒരു കൊച്ചു കുട്ടിയെ പോലെ നിഷ്കളങ്ക ഹൃദയത്തോടെ അങ്ങയെ പൂർണ്ണമായി വിശ്വസിക്കാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. നഷ്ടപ്പെട്ടു പോയ വിശ്വാസ കൃപ അവിടുന്ന് വീണ്ടും നൽകണമേ. ഇരു കരങ്ങൾ ഉയർത്തി ഉറക്കെ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവേ ഇടപെടണമേ, യേശുവേ ഇടപെടണമേ. വിശ്വാസാഭിഷേകം ഇന്ന് ദാനമായി നൽകണമേ. ഹൃദയങ്ങളെ ഉണർത്തണമേ, മനസ്സുകളെ സ്പർശിക്കണമേ, ജീവിതങ്ങളെ അഭിഷേകം ചെയ്യണമേ. വിശ്വാസത്താൽ നിറയ്ക്കണമേ, വിശ്വാസത്തിന് ബലം നൽകണമേ, വിശ്വാസത്തിന് ശക്തി നൽകണമേ. ആരാധന 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 യേശുവേ യേശുവേ. ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ സ്തോത്രം.
ഹല്ലേലൂയ. ഹല്ലേലൂയ. ഹെബ്രായ ലേഖനം 11 അധ്യായം 6 ലിഖിതം. ദൈവസന്നിധിയിൽ ശരണം പ്രാപിക്കുന്നവർ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവിടുന്ന് പ്രതിഫലം നൽകുമെന്നും വിശ്വസിക്കണം. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ എല്ലാ ദൈവമക്കളും എഴുന്നേറ്റ് നിന്ന് ദിവ്യകാരുണ്യ ഈശോയിലേക്ക് കൈകൾ നീട്ടി വിശ്വാസത്തിൻ്റെ ഒരു സമൃദ്ധി ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. രോഗികൾ ആ രോഗാവസ്ഥയിൽ അവിശ്വാസവും നിരീശ്വരചിന്ത ദൈവനിഷേധം എല്ലാം ഉപേക്ഷിച്ച് യേശുവേ എന്ന് ഉറക്കെ വിളിക്കുക. കുഞ്ഞുങ്ങൾ കർത്താവായ യേശുവിനെ ഉറക്കെ വിളിക്കുക. കുടുംബങ്ങളായി ഇന്ന് യേശുവിനെ ഉറക്കെ വിളിക്കുക. വലിയൊരു വിശ്വാസത്തിൻ്റെ അഭിഷേകം ഇന്ന് കുടുംബങ്ങളിലേക്ക് കർത്താവ് ദാനമായി വർഷിക്കുന്ന സമയമാണിത്. കരങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു. ഹല്ലേലൂയ. വിശ്വാസാഭിഷേകത്തിന് ഉറവ തുറക്കണമേ കർത്താവേ. മങ്ങിപ്പോയ വിശ്വാസത്തിന് അഭിഷേകത്തെ തുറക്കണമേ. ഇപ്പോൾ കുടുംബങ്ങൾ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ഇപ്പോൾ രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. ആരാധന ആരാധന ആരാധന. യേശുവേ യേശുവേ